ഞാനിപ്പോൾ നിൽക്കുന്നത് ആറ്റുകാൽ പൊങ്കാലയുടെ ഒരു സ്ഥിര സാന്നിധ്യമായ ശോഭന ജോർജിൻ്റെ കൂടെയാണ്. ഒരുപാട് വർഷങ്ങളായല്ലേ ആറ്റുകാൽ പൊങ്കാല ഇടുന്നത്. എങ്ങനെയുണ്ട് ഇത്തവണത്തെ പൊങ്കാല? ഈ പ്രാവശ്യത്തെ പൊങ്കാലയെന്നോ കഴിഞ്ഞ പ്രാവശ്യത്തെ പൊങ്കാലയെന്നോ ഇല്ല, ഇതൊരു അസാധാരണമായ ഒരു ഫീലാണ്. എല്ലായിടത്തും ഒരേ മനസ്സോടെ ദേവിയിൽ അർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന സ്ത്രീജനങ്ങൾ അവരുടെ പ്രയാസങ്ങളും അവരുടെ പ്രതീക്ഷകളും എല്ലാം പങ്കുവെക്കുന്ന ഒരു വേദിയാണ്. ഇവിടെ രാഷ്ട്രീയമില്ല, ജാതിയില്ല, മതമില്ല, ഒന്നുമില്ല. എല്ലാവരും ഒരുപോലെ ഇവിടുത്തെ എല്ലാ പള്ളികളും, മുസ്ലിം പള്ളിയായാലും ക്രിസ്ത്യൻ പള്ളിയായാലും അമ്പലങ്ങളായാലും വീടുകളായാലും എല്ലാം പൊങ്കാലയിൽ പങ്കെടുക്കുന്നവർക്ക് വേണ്ടി തുറന്നിട്ടിരിക്കുക. അവർക്ക് ഭക്ഷണം കൊടുക്കാൻ, അവർക്ക് വെള്ളം കൊടുക്കാൻ ഇവിടെ അങ്ങനെ ഒന്നുമില്ല. അതുകൊണ്ടാണ് ലക്ഷക്കണക്കിന് സ്ത്രീകൾ ഈ തിരുവനന്തപുരത്ത് വന്ന് അവരുടെ ദേവിക്ക് പൊങ്കാല അർപ്പിച്ച് തിരിച്ചു പോകാൻ കഴിയുന്നത്. ഞാൻ താമസിക്കുന്നത് ഇവിടെയാണ്. ആദ്യം പൊങ്കാല ഇടുന്നത് അമ്പലത്തിനകത്തായിരുന്നു. അത് കഴിഞ്ഞ് അതിൻ്റെ പുറത്ത് പൊങ്കാല ഇടാനായി. പിന്നെ ഇങ്ങോട്ട് വന്ന് കിഴക്കേക്കോട്ട കഴിഞ്ഞു, തൈക്കാട് കഴിഞ്ഞു, വെള്ളയമ്പലം കഴിഞ്ഞു, ഇപ്പം കവടിയാറിലും കഴിഞ്ഞ 3-4 വർഷമായിട്ട് കവടിയാറ് വരെയാണ്. അപ്പം ശരിക്കും പറയുകയാണെങ്കിൽ ഇതൊരു വലിയ കൂട്ടായ്മയാണ്. ഓരോ പ്രാവശ്യം വരുമ്പോഴും നമുക്ക് തോന്നും അടുത്ത പ്രാവശ്യവും വരണം എന്ന്. അങ്ങനെ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരോട് ചോദിച്ചാലും എല്ലാവരും വർഷങ്ങളായിട്ട് ഈ പൊങ്കാലയിൽ പങ്കുചേരുന്നവരാണ്. ഞങ്ങൾക്ക് ഒരുപാട് സുഹൃത്തുക്കളും ഉണ്ട് കേട്ടോ ഇവിടെ, വർഷത്തിലൊരിക്കൽ കാണുന്ന സുഹൃത്തുക്കൾ. അപ്പോൾ ഒരുപാട് ഓർമ്മകൾ കൂടെയാണ് ഈ പൊങ്കാല. അയ്യോ തീർച്ചയായിട്ടും. പൊങ്കാല നമ്മൾ പറയില്ലേ ഓണം ഒരു ഓർമ്മയാ, അല്ലെങ്കിൽ ക്രിസ്തുമസ് ഒരുമിച്ച് എന്നൊക്കെ പറയല്ലോ, അതുപോലെയാണ് ഈ പൊങ്കാലയ്ക്ക്. അയ്യോ നമ്മുടെ അപ്പുറത്തുണ്ടായിരുന്നവർ ഇപ്പുറത്തുണ്ടായിരുന്നവർ, അപ്പോൾ അതുപോലെ ഒരാടെ ആണെങ്കിൽ കൊതുമ്പും ചൂട്ടും ഒക്കെ തീർന്നു പോയെങ്കിൽ അപ്പുറത്തുകാർ കൊടുക്കും, വെള്ളം വേണമെങ്കിൽ അവർ കൊടുക്കും. അങ്ങനെ പരസ്പരം എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ ഭയങ്കര ബന്ധമാണ് ഇവിടെ. ഈ പൊങ്കാലയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ട്. തെരഞ്ഞെടുപ്പ് കാലത്താണ് ഈ പൊങ്കാല ഇപ്പോൾ ഉള്ളത്. അപ്പോൾ മാം ഈ പൊങ്കാല ഇടുന്നതിന് പ്രത്യേക ഉദ്ദേശ ലക്ഷ്യങ്ങൾ വല്ലതും ഉണ്ടോ? തെരഞ്ഞെടുപ്പിൻ്റെ വിജയത്തിനോ അങ്ങനെ എന്തെങ്കിലും? ഞാൻ മത്സരിക്കുന്ന സമയത്ത് പോലും ഞാൻ പൊങ്കാല ഇടുമായിരുന്നു. അന്നൊന്നും ഇത്രയും ചാനലില്ലാത്തതുകൊണ്ട് ആരും എന്നോട് ചോദിച്ചിട്ടില്ല. ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുന്നത് നല്ലത് വരണം എന്ന് മാത്രമാണ്. ഞാൻ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നു അതുകൊണ്ട് എന്നെ ജയിപ്പിക്കണം, അങ്ങനെയല്ല. എനിക്കും എൻ്റെ കുടുംബത്തിനും ഞാൻ സ്നേഹിക്കുന്നവർക്കും എല്ലാവർക്കും നന്മയുണ്ടാവണം. ഈ കഴിഞ്ഞ പ്രാവശ്യം മുതൽ ഞാൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. കാരണം അദ്ദേഹത്തിന് പ്രായത്തെക്കാട്ടിൽ ഏറെ സ്ട്രെയിനുണ്ട് ലൈഫിൽ. ഇവിടെ പട്ടിണി ഇല്ലാത്ത ഒരാൾ പോലും പട്ടിണി മരണം ഇല്ല എന്ന് പറയുന്ന ഒരു സംസ്ഥാനം, അത് അദ്ദേഹം തരുന്നു എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമാണ്. അന്നം തരുന്നവനല്ലേ ദൈവം, ഞാനങ്ങനെ വിചാരിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഇവിടുത്തെ പാവപ്പെട്ടവർക്ക്, ഇവിടുത്തെ സാധാരണക്കാർക്ക് അവർക്ക് വേണ്ടതെല്ലാം നൽകാനുള്ള കരുത്തും ആരോഗ്യവും കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായ ശ്രീ പിണറായി വിജയൻ എന്ന് പറയുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരനുണ്ട്. അപ്പോൾ ആ സഹോദരന് വേണ്ടി ഒരു സഹോദരി അർപ്പിക്കുന്ന പ്രാർത്ഥനയാണ് ഈ പൊങ്കാല. എല്ലാ തവണ നമ്മൾ മാഡത്തിനെ കാണുമ്പോൾ ഒരു ചുവപ്പ് ഡ്രസ്സിൻ്റെ സാന്നിധ്യമുണ്ട്. ഇപ്പോൾ ഒരു വേഷത്തിലൊരു ചെറിയ വ്യത്യാസം വന്നിട്ടുണ്ടല്ലോ. അങ്ങനെയല്ല, നമുക്ക് ഞാൻ എപ്പോഴും മാറി, ഞാൻ മാറാത്തതൊന്നും മാത്രമേ ഉള്ളൂ. വളയുണ്ട്, വള, അത് മാത്രം ഞാൻ മാറ്റത്തില്ല. പിന്നെ ഡ്രസ്സാണെങ്കിൽ പലതും അറിയാലോ, സെറ്റുമുണ്ടെന്ന് പറയുമ്പോൾ പലപ്പോഴും പല ഇതാ കിട്ടുന്നത്. അതിന് വ്യത്യാസമൊന്നുമില്ല. നമ്മൾ ഒരിക്കൽ ഒരു തീരുമാനം എടുത്താൽ കഴുത്തു പോയാലും അതിൻ്റെ അകത്ത് മാറ്റമൊന്നുമില്ല. പിന്നെ എങ്ങനെ മാറി എന്ന് ചോദിച്ചാൽ മാറാൻ ഒരുപാട് സാഹചര്യവും ഒരുപാട് ന്യായങ്ങളും നമുക്ക് പറയാനുണ്ടാവും. ഇന്നത്തെ ഭക്തിസാന്ദ്രമായ നല്ല ദിവസത്തിൽ അമ്മയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ. എൻ്റെ മുഖ്യമന്ത്രിക്കും കുടുംബത്തിനും എല്ലാവർക്കും, പ്രത്യേകിച്ച് വീണ മിനിസ്റ്റർ എൻ്റെ മിനിസ്റ്ററാണ്. ഫിസിക്കലി മെൻ്റലി ഭയങ്കര ടെൻഷനാണ്, എനിക്കത് മനസ്സിലാവുന്നുണ്ട്. എല്ലാവർക്കും അമ്മ സ്വസ്ഥതയും സമാധാനവും സന്തോഷവും ആരോഗ്യവും നൽകട്ടെ, അതാണ് എൻ്റെ പ്രാർത്ഥന. അപ്പോൾ ഇനിയും പതിവ് പോലെ ആറ്റുകാൽ പൊങ്കാലകൾ ഇടാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തിരുവനന്തപുരത്ത് നിന്നും അതുല്യ മുരളി, അമൃത ന്യൂസ്.